നമ്മൾ കുട്ടികളെ കേൾക്കണം. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ അതിനേക്കാളും വലിയവരാണെന്ന്, ഞാൻ വലിയ ആളാണെന്നല്ല പറയണം. ഞാനടക്കം ചിലതൊക്കെ എന്നോട് പറയാം, ചിലതൊന്നും എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് മക്കൾ ഓൾറെഡി തീരുമാനിക്കുകയാണ്. കാരണം നമ്മുടെ സ്വഭാവം കൊണ്ടായിരിക്കും. അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയാം. എൻ്റെ അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരാഴ്ചയിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാം. 15 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും 5 ദിവസം 1.5 രൂപ, കൃത്യം 1.5 രൂപ എൻ്റെ കയ്യിൽ എടുത്ത് തരും. രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകാൻ ബസ്സേ പോകണം, തിരിച്ച് 5 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വരണം. 3:30 ക്ലാസ് തീരും, 5 മണിക്ക് മുമ്പ് വീട്ടിൽ വരണം. ഭയങ്കര സ്ട്രിക്റ്റ്. കോളേജിൽ വന്നപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു. നെറ്റ് റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യം കിട്ടിയ ഓപ്പർച്യൂണിറ്റി ജോലി കിട്ടിയ സമയത്താണ്. എനിക്ക് കോട്ടയത്ത് ഓപ്പണിംഗ് ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചു മേടിച്ച് കോഴിക്കോട് പോയി. അത് ബിക്കോസ് അങ്ങനെ ആയിരുന്നു. സാറ് പറഞ്ഞ കാനഡയിലുള്ളവൻ പറഞ്ഞ അതേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനു വേണ്ടിയാണ് പോയത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ അപ്പൻ്റെ ഞാൻ പിടിച്ച വേറൊരു കാര്യമുണ്ട്. എൻ്റെ 13ാമത്തെ വയസ്സിൽ എന്നെ ഒറ്റയ്ക്ക് കൽക്കട്ടയ്ക്ക് വിട്ടു. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. എൻ്റെ 13ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ തന്നെ വിട്ടു. ട്രെയിനെ കയറ്റി എറണാകുളത്ത് കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിൽ നടന്ന് പട്ടാളക്കാരനെ കണ്ടു. ഒരു പട്ടാളക്കാരനെ ഏൽപ്പിച്ചു. ഇവന് ആദ്യമാണ് പോകുന്നതെന്ന് ഏൽപ്പിച്ചു. ആ പട്ടാളക്കാരൻ കോറമൻഡൽ എക്സ്പ്രസ്, ചെന്നൈയിൽ കോറമൻഡൽ എക്സ്പ്രസ്സിൻ്റെ അടുത്ത പട്ടാളക്കാരനെ ഏൽപ്പിച്ചു, ഒരു ഗൂർഖ. ആ ഗൂർഖ എന്നെ ഡാർജിലിങ്ങിൽ ഇവിടെ കൊണ്ടുവന്നാക്കി. ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ അവിടെ ആയിരുന്നു ട്രെയിനിങ്. അവിടെ എന്നെ കൊണ്ടുവന്നാക്കി. അപ്പോൾ എൻ്റെ ഇതിൻ്റെ മഹത്വമല്ല, എൻ്റെ അപ്പൻ്റെ ഒരു കോൺഫിഡൻസാണ് അത്. എത്ര ഒപ്പന്മാർക്ക് ഇപ്പോൾ ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയാം, എൻ്റെ മകൻ്റെ കാര്യം. അവൻ ചെന്നൈയിൽ ട്രെയിനിൽ കയറിയാലുള്ള ഞാൻ ആദ്യം വിളി വരും, നീ എവിടായി. ആദ്യം 2 വിളിച്ചു, 3, 4ാമത്തെ വിളിക്കും. അപ്പം ഇത് എൻ്റെ ഫോണല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ വിളിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റിസോർട്ട് കമ്പാർട്ട്മെൻറ്റിലാണ്, ഹാപ്പിലി ഗോയിങ്, ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്ന് പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിളിക്കും, നീ ഇവിടെ എന്താ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓവർ ഹിയർ ചെയ്യുന്നതാണ് ഈ ഫോൺ വിളിക്കുന്ന. എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ മകനും മൊബൈലൊന്നും ഇല്ലായിരുന്നു. അവർ പറയുന്നത് ഞാൻ കേട്ടു, എടാ നിൻ്റെ അപ്പൻ്റെ റോൾ കോൾ വരുന്നുണ്ടാണ്. അങ്ങനെ ഐ ലിസൺ ടു ദാറ്റ്. ഇല്ല, നിർത്തിയില്ല, അതവിടെ നിർത്തത്തില്ല. അല്ല, ഇതിപ്പോ സാറ് മാത്രമല്ല, ഇപ്പൊ ഞാനും അങ്ങനെ. ഞാൻ മകനെ കൊണ്ടെടുത്തും പോയി 2 മണിക്കൂർ കൂടെ വിളിച്ചോണ്ടിരിക്കും. മനസ്സിലായേ? ഞാനിതൊക്കെ പറയെങ്കിലും നമ്മൾ അവനേക്കാളൊക്കെ ഉന്നതിനൊന്നല്ല പറയണം. നമ്മളൊക്കെ ഇത് തന്നെയാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ പഴയ കാലം തൊട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. ഇതിനെ നമ്മൾ പൊട്ടിച്ച് കളയണം. പേരൻസിനെ ഇതുപോലത്തെ അവരുണ്ട്. പക്ഷെ പുതിയ പേരൻസ് മക്കളുമായിട്ടൊക്കെ ഭയങ്കര സുഹൃത്തുക്കളെ പോലെയാണ് ഇന്നത്തെ കാലത്ത്. സൈക്കോളജിയൊക്കെ ഇതുപോലൊക്കെ ഏറ്റവും മനസ്സിലാക്കി പേരന്റിങ്ങിനെ കുറിച്ച് കുറെ മക്കളെ സ്വാതന്ത്ര്യത്തിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ട്രഡീഷണൽ മൈൻഡിലുള്ള കുറെ പേരുണ്ട്. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, പേരന്റിങ് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടാണ്. അതാ പ്രശ്നം. ഇതിൻ്റെ അല്ലാതെ പുറത്തോട്ട് വരണമല്ലോ. അല്ലാതെ വരേണ്ട കാര്യങ്ങൾ ഇതെങ്ങനെ ആയിരിക്കണം. എൻ്റെ മകൻ ഞാൻ തെറ്റാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇത് എൻ്റെ ഫോണല്ല, പിന്നെയും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ആങ്സൈറ്റിയാണ്. അത് കമ്പയർ ചെയ്യുന്നത് എൻ്റെ അപ്പനെയായിട്ട്. എൻ്റെ അപ്പന് എന്നെ 13ാമത്തെ വയസ്സിൽ എത്ര പേര് പോയിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ എന്നെ കൽക്കട്ട വിളിച്ചാൽ, ഇന്നത്തെ കമ്മ്യൂണിക്കേഷനും ഒന്നുമില്ലാത്തൊരു സമയത്ത്, ഫോൺ പോലും ഇല്ലാത്തൊരു സമയത്ത്, എൻ്റെ വീട്ടിൽ ഫോണിൽ എൻ്റെ കയ്യിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കയ്യിൽ അന്ന് തന്നത് വെറും 15 രൂപയാണ്. പോയിച്ച് ഡാർജിലിങ്ങിൽ പോയിച്ച് വരാൻ എൻ്റെ തന്നത് 15 രൂപ ടിക്കറ്റ് ഉണ്ട്. പോകാനും വരാനുമുള്ള ടിക്കറ്റും ഉണ്ട്. അന്നത്തെ കാലത്ത് 15 രൂപ വലിയ പൈസയായിരിക്കും. ദാറ്റ്സ് സമയത്ത് 68 ഐ തിങ്ക് 68 or 69 കാര്യമാണ്. 15 രൂപ വലിയ പൈസയായിരിക്കും. ട്രെയിനിൽ ഐ സ്റ്റിൽ റിമെമ്പർ അവർ തന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. ഗൂർഖ സോൾജിയേഴ്സ്, നമ്മുടെ ഓഫീസറാകാൻ പോകുന്ന ആളാണ്. അവരുടെ ഓഫീസർ ബന്നാവാല ചോക്ര എന്ന് പറഞ്ഞിട്ട് എന്നെ അവൻ്റെ ബർത്തൊക്കെ എനിക്ക് തന്നിട്ട് അവൻ താഴെ ഇറങ്ങി കിടക്കുക. ഭക്ഷണം ഞാൻ 10 പൈസ ഭക്ഷണത്തിന് ഞാൻ കൊടുത്തിട്ടില്ല. ആ 3 ദിവസം, ഐ തിങ്ക് ഇറ്റ് ഇസ് 3 days or 4 days, ഈ 3 ദിവസം 4 ദിവസം അവരുടെ ഭക്ഷണം എനിക്ക് തരുമായിരുന്നു. ദ കെയറിങ് ആൻഡ് കൺസേൺ ഐ ലേൺ ഫ്രം ദ സൊസൈറ്റി. അതൊരു സൊസൈറ്റി അല്ലേ, സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷൻ അല്ലേ അവരത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിക്ക് ഒത്തിരി നല്ല വശങ്ങളുണ്ട്. പിന്നെ ആ വശങ്ങളോടൊപ്പം നമ്മളൊരു ആധുനികതയെ നമ്മളിപ്പോഴും പതിയെ മാറ്റി നിർത്തുന്നുണ്ട്. അത് നമ്മൾ സംസ്കാരത്തിൻ്റെ പേരിലാവും, നമ്മളുടെ പഴയ പാഠങ്ങളുടെ പേരിലാവും, അല്ല നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെ ആയതുകൊണ്ടാവും, നമ്മുടെ സ്വഭാവത്തിൻ്റെതാവും. പക്ഷേ ഇതിനെല്ലാം ഒപ്പം അതിനെയും മാറ്റേണ്ടതുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുട്ടികൾ കൊടുക്കണം. ഇല്ലെങ്കിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബ്രെയിൻ ഡ്രെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ബ്രെയിനുകളൊക്കെ ഇവിടെ ഊറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവസാനം ഇവിടെ ഉണ്ടാവുന്നത് കുറേ പ്രായമുള്ള ആൾക്കാരുണ്ടാവും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെ ഇപ്പോഴെങ്കിലും നമ്മൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പം തന്നെ കണ്ടില്ലേ. കേരളം ഇത്ര ഒരു 10-15 വർഷം മുമ്പ് വരെ കേരളത്തെ പിടിച്ചു നിർത്തിയിരുന്നത് ആരാണ്? ഇവിടുത്തെ സാമ്പത്തികമായി നമ്മളെ ഭദ്രമാക്കിയിരുന്നത് ഇങ്ങോട്ട് വരുന്ന പ്രവാസികളുടെ പണം കൊണ്ടാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ കേരളത്തെ പിടിച്ചു നിർത്തിയിരുന്നത് നമ്മളുടെ പ്രവാസികൾ പുറത്തു പോയി ജോലി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരുന്ന പൈസ കൊണ്ടാണ് ഈ സംസ്ഥാനം പിടിച്ചിരുന്നത്. ഇന്ന് അതേ പ്രവാസികൾ, അന്ന് പ്രവാസികൾ എങ്ങനെ ജീവിച്ചെന്ന് അറിയാം വെച്ചാൽ, സ്വന്തം ഭാര്യനെ വർഷത്തിൽ അല്ല 2 വർഷം കൂടുമ്പോൾ കാണും. സ്വന്തം മകനെ ജനിച്ചാൽ പോലും മകനെ കാണുമ്പോൾ 2 വർഷം കൂടി വരും. അത്രയും കഷ്ടപ്പാട് സഹിച്ച് അവരവിടെ കിടന്നിട്ട് അവന് 10 ദിറോ അല്ലെ $10 കിട്ടിയാൽ അതിൽ 1 ദിറം കൊണ്ടും $1 കൊണ്ടും ജീവിച്ചിട്ട് ബാക്കി 9 അവന് രാജ്യത്തേക്ക് അയക്കും. ആ പണം നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് അവിടെ വീട് പണിതുകൊണ്ടിരുന്നത്, വീട് പണിയുന്നവർക്ക് ജോലി കിട്ടിക്കൊണ്ടിരുന്നു, കട തുടങ്ങിയവർക്ക് സാധനം വാങ്ങിച്ച ആൾക്കാരുണ്ടായി. ഇതെല്ലാം ഉണ്ടായത് അവൻ്റെ വിയർപ്പിൻ്റെ പണം കൊണ്ടാണ്. ഇന്ന് അതേ പ്രവാസി എന്ത് ചെയ്യുന്നു? അവരുടെ $10 കിട്ടിയാൽ $1 കൂടി കൂട്ടിയിട്ട് 11 ആക്കിയിട്ട് ഇവിടുന്ന് ഭാര്യയെയും മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് അവൻ്റെ ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞു. ആകെ അവൻ ചിലപ്പോൾ $1-2 അയച്ചു കൊടുക്കും അവൻ്റെ മാതാപിതാക്കൾ ജീവിക്കാൻ വേണ്ടി. ആ അവസ്ഥയിലേക്ക് അവർ മാറി. അതാണ് ആകേണ്ടതും. സ്വന്തം ഭാര്യയും മക്കളെ കാണാൻ 2 വർഷം എടുക്കുന്ന കാലത്തിൽ എന്തിനാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നതാണ് ശരി. അതുകൊണ്ട് ഇനി കേരളം ഒരിക്കലും പ്രവാസികളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുകയേ അരുത്. പകരം അതിനുള്ള റിസോഴ്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള എല്ലാ സാധ്യത നമുക്കുണ്ടല്ലോ, നമ്മളത് ഉപയോഗിക്കാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഇനി നമ്മൾ കേരളത്തെ കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളും തലയും ബുദ്ധിയുമുള്ള യുവത്വങ്ങൾ ഇവിടെ നിർത്തണം നമ്മൾ. അതിന് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കണ്ടില്ലേ, കടം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓരോ ശരാശരി കേരളക്കാരന് എത്ര രൂപയുടെ കടക്കാരനായി മാറിയിരിക്കുകയാണ്. ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന് പകരം ഇവിടുത്തെ അടിസ്ഥാനമായി ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പഠിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു സിസ്റ്റത്തെ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇനിയും പ്രവാസികൾ പണം കൊണ്ടുവന്നോളും അതുകൊണ്ട് നമുക്കിവിടെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുകയേ വേണ്ട. ആ കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന പണത്തിൻ്റെ എത്രയോ ശതമാനം നമ്മൾ പലിശ കൊടുത്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം മൊത്തത്തിലൊന്ന് പൊളിച്ചെഴുതേണ്ട സമയം. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റികൾ ബഹള. ഓപ്പർച്യൂണിറ്റികൾ ഇല്ല എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി. ഡാറ്റ, ആ ഡാറ്റാസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് വിയറ്റ്നാം പോയപ്പോഴേ അവിടെ ഒരു ചെറിയ തോടാച്ച, പൂഴിയൊക്കെ കലങ്ങി കിടക്കുന്ന തോടാ, ഒരു വൃത്തിയും വരെയൊന്നും ഇല്ലാത്ത വെറും തോട. അത്തരം തോടുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ. അതിനകത്തോടെ ഒരു ചെറിയ വള്ളത്തെ നമ്മളെ കയറ്റി ഇരുത്തി ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് കൊണ്ടുപോകും. ഓരോരുത്തരും $5 വെച്ച് കൊടുക്കണം. ഞങ്ങളുടെ വള്ളത്തെ അന്നേരം 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേർ അവിടെ ഇറങ്ങി. ആ വള്ളത്തെ ഇറങ്ങണ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറങ്ങണം. അവിടുന്ന് എന്തായാലും നമ്മൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ്, മെക്കോങ് നദിയാണ് അപ്പുറത്ത്, ഒരു ബോട്ട് വന്നിട്ട് മെക്കോങ് നദിയുടെ അക്കരയിലേക്ക് നമ്മുടെ മെയിൻ ലാൻഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മെക്കോങ് നദിയുടെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതാണ് ഉള്ളത്. അപ്പോൾ ബോട്ടെ കയറിയേ പറ്റുള്ളൂ. ബോട്ട് കയറി ഇവിടെ വന്നാൽ എന്തെങ്കിലും ആഹാരം വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. പിന്നെ അവർ വന്ന ബോട്ടിൽ വേണം നമ്മൾ മെക്കോങ്ങിന് അപ്പുറത്ത് എത്തിക്കാൻ. അപ്പോൾ ഇത്രയും സാധനം, അത്തരം തോടുകൾ ഈ നാട്ടിൽ എത്രയോ ഉണ്ട്. അത് ഇഷ്ടംപോലെ ഒരു വൃത്തിയില്ല. നമ്മൾ പറഞ്ഞ മാതിരി ഒരു ടൂറിസം എന്ന് പറയുന്ന ഒരു വൃത്തിയൊന്നുമുള്ളല്ല. എങ്ങനെയാണോ അവിടെ കിടക്കണം അതിനെ അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഇടവഴി നമ്മൾ ചെറിയ തോടാ ഈ പറയുന്നത്, ഈ റൂമിൻ്റെ ഇത്ര ഒരു നമ്മളിരിക്കുന്ന കുറച്ച് വീതി മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊരു ചെറിയ വള്ളത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നു, $5 വെച്ച് നമ്മൾ കൊടുക്കുന്നു. അവൻ എത്ര ഒരു ദിവസം കിട്ടുന്നുണ്ട്? അത്തരം 100 കണക്കിന് ചെറിയ വള്ളങ്ങൾ അവിടെ. ഞാനിത് ഒരു തോട്ടിൽ അതുപോലെ എത്രയോ സ്ഥലങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞ മാതിരിയുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. അതിനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം ഉപയോഗിക്കുന്നില്ല, ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പം അതാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെയൊക്കെ ഒന്നും പൊളിച്ചെഴുതിയാലേ നമുക്കിനെ രക്ഷപ്പെടാൻ പറ്റും. ബ്രേക്ക് ദ റൂൾസ്.